നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹ്യൂമർ സെൻസ് ഉള്ള നടന്മാരിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. സിനിമകളേക്കാൾ പോലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും സ്റ്റേജ് ഷോകളുമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലരും സ്നേഹത്തോടെ ഇന്റർവ്യൂ സ്റ്റാർ എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ ധ്യാൻ പറഞ്ഞ ഒരു ചെറിയ തമാശയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. വേദിയിൽ സഹതാരമായ നവ്യ നായരോട് സംസാരിക്കുന്നതിനിടെയാണ് ധ്യാൻ തമാശയായി പറഞ്ഞത്, ഭാവിയിൽ ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ നിങ്ങൾ മുന്നിലെ നിരയിൽ തന്നെ ഇരിക്കണം, അത് കണ്ട് സന്തോഷക്കണ്ണീർ പൊഴിക്കുകയും വേണം. ധ്യാൻ ആരുടെയും പേര് നേരിട്ട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പരാമർശം കേട്ട പലരും അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഓർമ്മ വന്നു. ആ ചടങ്ങിൽ നടി തൃഷ മുൻനിരയിൽ ഇരുന്നതും വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ട് വികാരാഭരിതയായതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതുമായി താരതമ്യം ചെയ്താണ് ധ്യാൻ ഈ തമാശ പറഞ്ഞതെന്നാണ് പലരും വിലയിരുത്തുന്നത്. കേരളത്തിൽ ധ്യാന്റെ ഇത്തരം തമാശകൾ പുതിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. സ്വയം ട്രോളാനും മറ്റുള്ളവരെ ലളിതമായി കളിയാക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഈ പരാമർശത്തെയും സാധാരണ ഹാസ്യമായി തന്നെയാണ് ഏറ്റെടുത്തത്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് അതിരുകളില്ലല്ലോ. ഈ വീഡിയോ തമിഴ്നാട്ടിലും വൈറലായതോടെ ചില വിജയ് ആരാധകർക്ക് ഈ പരാമർശം ഇഷ്ടപ്പെട്ടില്ല. അവരുടെ പ്രിയ നേതാവിനെയും മുഖ്യമന്ത്രിയെയും പരോക്ഷമായി പരിഹസിച്ചതാണെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം. അതേസമയം മറ്റു ചിലർ ഇത് വെറും സ്റ്റേജ് ഹ്യൂമർ മാത്രമാണെന്നും അതിനെ അത്ര ഗൗരവമായി കാണേണ്ട കാര്യമില്ലെന്നും അഭിപ്രായപ്പെട്ടു. ഇവിടെയാണോ ഒരു വലിയ ചോദ്യം ഉയരുന്നത്. തമാശയെ തമാശയായി കാണാൻ സമൂഹത്തിന് കഴിയുന്നുണ്ടോ? ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു ചെറിയ കമന്റ് പോലും നിമിഷങ്ങൾക്കകം വൈറലാകുന്നു. അതോടെ ഓരോ വാക്കിനും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നു. ഒരിടത്ത് ആളുകളെ ചിരിപ്പിച്ച ഒരു ഡയലോഗ് മറ്റൊരിടത്ത് വിവാദമാകുന്നതും ഇന്ന് സാധാരണ കാഴ്ചയാണ്. ധ്യാൻ ശ്രീനിവാസൻ മനഃപൂർവ്വം ആരെയെങ്കിലും അധിക്ഷേപിക്കാൻ ശ്രമിച്ചോ, അതോ അദ്ദേഹത്തിന്റെ പതിവ് സ്റ്റേജ് ഹ്യൂമറിന്റെ ഭാഗമായിരുന്നോ എന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി തോന്നാം. എന്തായാലും ഈ സംഭവം വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു തമാശയുടെ അർത്ഥം പലപ്പോഴും അത് കേൾക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ധ്യാൻ പറഞ്ഞത് വെറും ഹാസ്യമാണോ, അതോ അത് ഒഴിവാക്കാമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.